പ്രൈമറി സ്കൂളുകളിൽ മികച്ച പഠന സൗകര്യമൊരുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതി തലവൂർക്കുര ഗവൺമെന്റ് LP സ്കൂളിൽ തുടങ്ങി. മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ സ്കൂളിന്റെ കെട്ടിടത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെയും ബഹുമാനായ വിദ്യാഭ്യാസ മന്ത്രിയായി സംസാരിച്ചു. നമുക്ക് പട്ടാഴിയിൽ കോന്തിട്ട സ്കൂളിനും കോക്കാട് സ്കൂളിനും ഓരോ കോടി രൂപ വെച്ച് തന്നു. പക്ഷേ ആ സ്കൂളിൻ്റെ നിർമ്മാണം പൂർത്തിയാണെങ്കിൽ ഒരു സ്കൂളിന് 70 ലക്ഷം കൂടി വേണം. 170 ബഡ്ജറ്റ്. അപ്പോൾ അതുകൂടി തരാമെന്ന് പറഞ്ഞു. പക്ഷേ പ്ലാൻ കട്ടുള്ളത് കൊണ്ട് ഒരു പ്രതിസന്ധി നിൽക്കുകയാണ്. നിങ്ങൾക്ക് ആശങ്ക വേണ്ട. സർക്കാർ ഫണ്ട് തന്നില്ലെങ്കിലും ഗണേഷ് കുമാറിൻ്റെ MLA ഫണ്ട് ഉപയോഗിച്ച് ഈ സ്കൂളിൽ കെട്ടിടം പണിഞ്ഞിരിക്കും. ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. കെട്ടിടം സർക്കാരിൽ നിന്ന് കിട്ടുമെങ്കിൽ വാങ്ങിക്കും, അതല്ലെങ്കിൽ MLA ഫണ്ട് ഉപയോഗിക്കും. അതിനകത്ത് ഒരു സംശയമൊന്നും വേണ്ട. പറഞ്ഞ വാക്ക് എന്ത് വില കൊടുത്ത് നമ്മൾ പാലിച്ചിരിക്കും. ഒരു സംശയം കരുതി വേണ്ട. പണിയും എന്ന് പറഞ്ഞാൽ പണിഞ്ഞിരിക്കും. അത് ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിയെ അറിയിച്ചിട്ട് അദ്ദേഹം നൽകാമെന്ന് പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ ഒരു വലിയ കട്ട് വന്നതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ 2 സ്കൂളിനും ഒരു 140 ലക്ഷം രൂപ കിട്ടാനുണ്ട്. അത് കിട്ടിയാൽ അതെങ്കിലും നടക്കട്ടെ. ഇത് നമുക്ക് MLA ഫണ്ടിലായാലും പണിയാം, കുഴപ്പമില്ല. പണമുണ്ട്, അതിനൊരാശങ്കയും വേണ്ട. MLA ഫണ്ട് ഇഷ്ടം പോലെയുണ്ട്, ഒരു പ്രശ്നമില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരുടെയും നന്മകൾ നേർന്നുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു വല്ല ഉയർച്ച, വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ ഈ വർണ്ണക്കൂടാരത്തിന് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ചടങ്ങിൻ്റെ ഈ വർണ്ണക്കൂടാരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. തലവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VS കലാദേവി അധ്യക്ഷയായി. പ്രോജക്ട് കോർഡിനേറ്റർ സജീവ് തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അനന്തുപിള്ള, നെടുവന്നൂർ സുനിൽ, നിഷ മോൾ, സുധാജയ് അനിൽ, S സതീശൻ പിള്ള, KR വേണുഗോപാൽ, ദീപ S ലേഖ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുന്നിക്കോട്.